Armenian traditional restaurant. ഓക്കെ, നല്ല ടേസ്റ്റാണ്, നല്ല വലുപ്പമുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഇത് കണ്ടോ, കമ്മ്യൂണിസത്തിൻ്റെ ചിഹ്നമൊക്കെ ഇവിടെ ഉണ്ട്. നമ്മുടെ USSRൻ്റെ മാർക്കൊക്കെ ഇവിടെ കാണാൻ പറ്റും. അറകാത് മൗണ്ടനിലെ ഖുറാലേക്കുള്ള കാഴ്ചകൾ കണ്ടിട്ട് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 40 മിനിറ്റ് ഡ്രൈവ് ഉണ്ട്. നമുക്ക് ലഞ്ച് കഴിക്കാൻ പോകണം. അപ്പോൾ ലഞ്ച് കഴിച്ചിട്ട് യാരവൺ സിറ്റിയിലോട്ട് പോകണം. സിറ്റിയിൽ മദർ ഓഫ് അർമേനിയ കാസ്കേഡ് കോംപ്ലക്സ് സമയമുണ്ടെങ്കിൽ അത് കാണാൻ പോകണം. ലഞ്ച് കഴിച്ചിട്ട് യാരവൺ സിറ്റിയിലോട്ട് പോകണം. അതാണ് ഇപ്പോൾ ഉള്ള പ്ലാൻ. അപ്പോൾ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇപ്പോഴും നല്ല തണുപ്പാണ്. നമ്മുടെ ഗ്ലാസ് ഒക്കെ തുറന്നാണ് വെച്ചിരിക്കുന്നത്. തിരിച്ചു വരുമ്പോൾ അത് വേറൊരു വ്യൂ ആണ്. നമ്മൾ മുകളിലോട്ട് പോകുന്ന സമയത്ത് ഇവിടെ നിർത്തി കുട്ടികളുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ടാണ് പോയത്. തിരിച്ച് വന്നപ്പോഴും അവിടെ ഇറങ്ങി അവരെ കണ്ട് കുറച്ച് നേരം അവരുടെ കൂടെ ഇങ്ങനെ സമയം ചിലവഴിച്ചിട്ട് നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരിങ്ങനെ വരുന്നവരോടൊക്കെ പൈസ ചോദിക്കുന്നുണ്ട്. വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ കൊടുക്കണ്ട. നമ്മൾ ചെറിയൊരു കുറച്ച് കാശ് അവർക്ക് കൊടുത്തു. Armenian traditional restaurant. ഓക്കെ, ഇത് അർമേനിയൻ ട്രഡീഷണൽ റെസ്റ്റോറൻ്റ് ആണ്. പോയി നോക്കാൻ എന്താ കിട്ടുന്നത് നോക്കാം ഫുഡായിട്ട്. ഇവിടെ ഒരു ഹോട്ടലിനകത്ത് റെസ്റ്റോറൻറ്റിനകത്ത് വേണ്ട ഒരു പെയിൻറ്റിംഗ് ആണ്. ഇത് 7ാം സെഞ്ചുറിയിൽ അർമേനിയ ആക്രമിക്കാൻ വേണ്ടിയിട്ട് അറബ്സ് വരുന്ന സമയത്ത് ഈ ഇതിനടുത്തുള്ള ഒരു കുന്നിൻ്റെ മേലെ ഒരു കോട്ട പണിതിട്ട് യുദ്ധം ചെയ്തതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ആ ഒരു സംഭവമാണ് ഇവർ ഇവിടെ ചിത്രീകരിച്ചിരുന്ന പെയിൻറ്റ്, ഓയിൽ പെയിൻ്റാണ്. ഇവിടെ ഏത് ഹോട്ടലിൽ പോയി കഴിഞ്ഞാലും ഇതുപോലെ ഏത് ഷോപ്പിൽ പോയി കഴിഞ്ഞാലും ചെറിയ ഗ്രോസറി പോയി കഴിഞ്ഞാലും നമുക്ക് ലിക്കറൊക്കെ കാണാൻ പറ്റും. ഇവരുടെ ട്രഡീഷണൽ കേക്കുകളും ഡെസേർട്ടുകളും ഒക്കെയാണ്. ഒരുവിധം കോസ്റ്റ്ലി ആയിട്ടുള്ള ഹോട്ടലാണ്. നല്ല ഇൻറ്റീരിയറും കാണാനൊക്കെ നല്ല രസമുണ്ട്. നല്ല ഭംഗിയുള്ള ഇൻറ്റീരിയേഴ്സാണ്. ഇതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ്? കുഫ്ത, ബീഫ് കുഫ്ത. നല്ല ടേസ്റ്റാണ്. അതിൻ്റെ ക്വാളിറ്റി അറിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. നല്ല കത്തി റേറ്റായിരുന്നു കേട്ടോ. ഫുഡ് കൊള്ളായിരുന്നു, പക്ഷേ റേറ്റ് നല്ല കത്തി റേറ്റായിരുന്നു. നമ്മൾ 4-5 പേര് കഴിച്ചപ്പോൾ 125 ദിർഹംസാണ് ആയത്. റോഡിനോട് ചേർന്നിട്ടാണ് എല്ലാ വീടുകളും ഉള്ളത്. എല്ലാ വീടിനും മതിലുകളും ഉണ്ട്. ചെറിയ ചെറിയ വീടുകളാണ്. വില്ലേജിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അധികം വീടുകളും തകര ഷീറ്റും പിന്നെ ഓടുകളും ഉണ്ട്. കുറച്ച് വീടുകൾ ഓടുകളുണ്ട്. അധികം വീടിനും ഈ ആസ്ബറ്റോസ് ഷീറ്റുകളാണ്, അല്ലെങ്കിൽ തകര ഷീറ്റുകളാണ്. ബസ് സ്റ്റോപ്പാണ്. നമ്മളിപ്പോൾ താഴെ എത്താറായി. ഒന്നിറങ്ങി താഴെ എത്തി. നമ്മളിപ്പോൾ ഒരു മെയിൻ റോഡിലോട്ട് വന്നിറങ്ങി. സിറ്റിക്കുള്ളിലെത്തിയപ്പോൾ ട്രാഫിക്കും തുടങ്ങി. ട്രാഫിക് സ്റ്റാർട്ട്.
traffic will start after 3 minutes. This is not traffic yet. What is the office timing here? Let's say 5, 6. Already after 5. Morning? What time? Max like 9. Sometimes 8:30, but 9. Let's say 9. Oh, okay. Because most of places 9. Okay. And schools and universities and offices, government, like this. All 9 o'clock. Mostly 9. 9. Yes. This is mall, Rio Mall. Okay. ഇതാണ് വിക്ടോറിയ പാർക്കിൻ്റെ എൻട്രൻസ്. നമ്മൾ മദർ ഓഫ് അർമേനിയ സ്റ്റാച്യൂവിൻ്റെ ഫ്രണ്ടിലെത്തി. ഫ്രണ്ടിലല്ല, ഇത് പുറകിലാണ്. നല്ല വലുപ്പമുണ്ട്. ശരിക്കുള്ള എൻട്രൻസ് അതാണ്. വിക്ടോറിയ പാർക്ക് എന്നാണ് അത് പറയുന്നത്. ഈ തുർക്കിയുമായിട്ടുള്ള യുദ്ധത്തിൽ അർമേനിയ ജയിച്ചതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു പാർക്ക് പണിതിരിക്കുന്നത്. നമ്മൾ വന്നതിൻ്റെ ഇതിൻ്റെ പുറകുവശത്തെ എൻട്രൻസിൽ കൂടെയാണ്. ശരിക്കും ആ വഴിയാണ് വരേണ്ടിയിരുന്നത്, പക്ഷേ റോഡിൽ നല്ല ട്രാഫിക് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഗൈഡ് പറഞ്ഞു നമുക്ക് വേറൊരു വഴിയുണ്ട്, അതുവഴി വരാമെന്ന് പറഞ്ഞു. ഇതുവഴി നോക്കിയാൽ പുറകുവശം കാണാമല്ലോ. ഏറ് കയറിയിട്ട് പോകാനുള്ള സംഭവമാണ്. ചുറ്റി നടന്ന് നോക്കാം. USSRൻ്റെ ചിഹ്നം. 51 മീറ്ററാണ് ടോട്ടല് സ്റ്റാച്യുവിൻ്റെ പൊക്കം. ഇതിൻ്റെ മേളിലുള്ള പ്രതിമയില്ലേ, ഇത് 51 മീറ്റർ ഉയരമുള്ള വെങ്കല പ്രതിമയാണ് ഇവർ ആദ്യം പ്ലാൻ ചെയ്തത്. അതിനുശേഷം സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അത് 22 മീറ്ററായിട്ട് കുറച്ചു. ഇപ്പോൾ നമ്മൾ മുകളിൽ കാണുന്ന ടോട്ടൽ ഇതിൻ്റെ ഉയരം 51 മീറ്ററാണ്. പക്ഷേ ആ പ്രതിമയുടെ ഉയരം എന്ന് പറഞ്ഞാൽ 22 മീറ്ററാണ്. അത് ടോട്ടലി വെങ്കലം കൊണ്ടാണ് ആ പ്രതിമ പണിതിരിക്കുന്നത്. റോക്കറ്റ് ലോഞ്ചർ. റോഡിൽ പലപ്പോഴും ഇതുപോലെയൊക്കെ ഈ ടൈപ്പിലൊക്കെ ഉള്ള ട്രക്കുകൾ ഒരുപാട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോഴും നമ്മൾ റോഡിൽ ഈ പഴയ ടൈപ്പിലുള്ള ട്രക്ക് മാത്രമല്ല, കാറുകൾ, അതുപോലെ ജീപ്പുകൾ, അങ്ങനെയുള്ള ഒരുപാട് വണ്ടികൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഇപ്പോഴും റോഡിൽ. ഇതാണ് റോക്കറ്റ് ലോഞ്ചർ. നമ്മൾ ആദ്യം മിസൈൽ ലോഞ്ചറാണ് ഇതിൻ്റെ പുറകിലുള്ള ട്രക്ക്. അർമേനിയ തുർക്കിയുമായിട്ട് നടത്തിയ യുദ്ധത്തിൽ ഇവിടുത്തെ അമ്മമാരും കുഞ്ഞുങ്ങളും അവരുടെ ഒരു ഡെഡിക്കേഷൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ്, ഒരു സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഇവിടെ മദർ ഓഫ് അർമേനിയ എന്നുള്ള ഒരു കൺസെപ്റ്റിൽ ഇവിടെ ഒരു പ്രതിമ നിർമ്മിച്ചത്. നമ്മുടെ ഈ ഫ്രണ്ടിൽ കാണുന്നതൊക്കെ യാരവൺ സിറ്റിയാണ്. ഇവിടെ നിന്നിട്ട് ഈ യാരവൺ സിറ്റി മുഴുവൻ നോക്കി കാണുന്ന ഒരു പ്രതിമ എന്നുള്ള രീതിയിലാണ് ഇവർ ഏറ്റവും പൊക്കമുള്ള സ്ഥലത്ത് ഇവിടെ ഈ പ്രതിമ സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. സോവിയറ്റ് യൂണിയൻ്റെ ഭരണമായിരുന്നില്ല ഇവിടെ. അപ്പോൾ 1950 വരെ ഇവിടെ ഒരു സ്റ്റാലിൻ്റെ പ്രതിമയാണ് ഉണ്ടായിരുന്നത്. 1962 ക്രൂഷ്ചേവ് അധികാരത്തിൽ വരുമ്പോൾ ഈ സോവിയറ്റ് യൂണിയൻ്റെ കീഴിലുണ്ടായിരുന്ന എല്ലാ സ്റ്റാലിൻ്റെ പ്രതിമകളും തകർക്കാൻ വേണ്ടി ഉത്തരവിട്ടു. ആ സമയത്താണ് ഇവിടെ ഈ സ്റ്റാലിൻ്റെ പ്രതിമ മാറ്റിയിട്ട് ഇങ്ങനെ മദർ ഓഫ് അർമേനിയ എന്നുള്ള ഒരു കൺസെപ്റ്റിൽ ഇങ്ങനൊരു പ്രതിമ ഉണ്ടാക്കാമെന്ന് ഇവർ തീരുമാനിച്ചത്. ഇപ്പോഴും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇത് കണ്ടോ, കമ്മ്യൂണിസത്തിൻ്റെ ചിഹ്നമൊക്കെ ഇവിടെ ഉണ്ട്. നമ്മുടെ USSRൻ്റെ മാർക്കൊക്കെ ഇവിടെ കാണാൻ പറ്റും. അതുപോലെ മേളിൽ നോക്കിക്കഴിഞ്ഞാലും അവിടെ ഒരു സ്റ്റാർ കാണുന്നുണ്ട്. ഇത് കണ്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് 1950 ജോസഫ് സ്റ്റാലിൻ്റെ പ്രതിമ തകർത്ത് കളഞ്ഞിട്ട് അവിടെ ഇവരുടെ ഈ അർമേനിയൻ പട്ടാളക്കാരെ സഹായിച്ച അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഒരു സ്മരണാർത്ഥത്തിൽ ഒരു സ്റ്റാച്യു ഉണ്ടാക്കാനുള്ള തീരുമാനമായി. ഈ സ്റ്റാച്യു ഉണ്ടാക്കാൻ കൊടുത്ത ഒരു ആർക്കിടെക്റ്റ് ഉണ്ട്, പുള്ളിയുടെ പേര് ഞാൻ നോക്കിയിട്ട് കിട്ടിയില്ല. അപ്പോൾ അന്ന് USSR മതചിഹ്നങ്ങളൊന്നും പ്രോത്സാഹിപ്പിക്കാത്ത ഒരു നിലപാടായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഈ സ്റ്റാച്യു ഡിസൈൻ ചെയ്ത ആർക്കിടെക്റ്റ് ഈ പ്രതിമ ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് നോക്കിയാൽ അറിയാം. ദൂരെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു കുരിശായിട്ടാണ് തോന്നുന്നത്. പക്ഷേ അടുത്ത് നോക്കിയാൽ അത് കുരിശാണെന്ന് തോന്നുകയില്ല. ആ ഒരു രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ശരിക്കും ദൂരം നോക്കിയാൽ ഒരു കുരിശാണെന്നേ തോന്നുള്ളൂ. ഞാനിപ്പോൾ നടന്നതിൻ്റെ മേളിൽ കയറി അതിൻ്റെ പുറകിലോട്ടൊക്കെ വേണമെങ്കിൽ നടന്ന് പോകാൻ പറ്റും. ഇവിടെയൊക്കെ ഈ സ്റ്റാച്യുവിൻ്റെ പണി പൂർത്തിയാകുന്ന 1967. നമുക്കിനി അവിടെ ഒരു
വേൾഡ് വാർ 2 മെമ്മോറിയലുണ്ട്. ഇവിടെ ഇപ്പം നമ്മൾ കണ്ട ഈ ടാങ്കും കാര്യങ്ങളൊക്കെ ഇല്ലേ, അത് വേൾഡ് വാർ 2-ൻ്റെ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. ഈ രണ്ടാം ലോക മഹായുദ്ധത്തിൽ മരിച്ചുപോയ അർമേനിയൻ പട്ടാളക്കാരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കും. ഇവിടെ സിറ്റിയുടെ വ്യൂ പോയിൻ്റാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഫുൾ യാരവൺ സിറ്റി മുഴുവനായിട്ട് കാണാം. ഇവിടെ ഒരു ബൈനോക്കുലറൊക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, കാശ് കാണാം. എത്രയാണ്? 200. അവിടെ നമ്മുടെ ടെലിവിഷൻ ടവർ കാണുന്നുണ്ട്. ഇവിടെ നിന്ന് നമ്മുടെ മദർ ഓഫ് അർമേനിയയുടെ വ്യൂ ഇതാണ്. ഇവിടെയും രണ്ടാം ലോക മഹായുദ്ധത്തിൽ യൂസ് ചെയ്ത സാധനങ്ങളൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് നമ്മുടെ മദർ ഓഫ് അർമേനിയയുടെ കാഴ്ചകൾ. ഇപ്പോൾ സമയം എത്രയായെന്ന് പറഞ്ഞാൽ 5:30. ഇപ്പോഴും സൂര്യനൊന്നും അസ്തമിച്ചിട്ടില്ല, അറിയാമല്ലോ, അവിടെ ഒരുപാട് ലേറ്റാവും. പക്ഷെ നമ്മൾ നന്നായിട്ട് തളർന്നു, അത്യാവശ്യം നല്ല നടത്തം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാംസൊക്കെ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നാളെ നമ്മൾ 2-3 മണിക്കൂർ ഫ്രീ ആണ്. ചിലപ്പോൾ കാസ്കേഡ് കോംപ്ലക്സ് പറ്റുമെങ്കിൽ പോകണം. അങ്ങനൊരു പ്ലാനുണ്ട്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.